ഹലോ എവ്രിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, ഒരു വ്യക്തി നമ്മളെ ജെന്യൂനായി വളരെ ആത്മാർത്ഥമായാണ് സ്നേഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കുക? ആ വ്യക്തി നമ്മളോട് കാണിക്കുന്നത് റിയൽ ആയിട്ടുള്ള ഒരു ലവ് ആണോ, അതല്ല പ്രിറ്റൻഡ് ചെയ്യുകയാണോ, സ്നേഹമുണ്ട് എന്നുള്ളത് കപടമായി നടിക്കുകയാണോ എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണിത്. ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്ന ഒരുപാട് സൈൻസ് ഉണ്ട്. ആ സൈൻസ് എല്ലാം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്, ആ വ്യക്തിയുടെ സംസാരത്തിലൂടെ, ആ വ്യക്തിയുടെ പ്രവൃത്തിയിലൂടെ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി കാണിക്കുന്നത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് എന്നുള്ളത് മനസ്സിലാക്കാം. സോ എന്തൊക്കെയാണ് ഈ സൈൻസ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട സൈൻ ആണ്, നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങളൊരു പ്രയോറിറ്റി ആയിരിക്കും എന്നുള്ളത്. ഒരിക്കലും നിങ്ങളെ ഒരു ഓപ്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് എന്ന രീതിയിലോ ഒന്നും ട്രീറ്റ് ചെയ്യില്ല. നിങ്ങളെ നമ്പർ 1 ആയിട്ട് അല്ലെങ്കിൽ വളരെയധികം പ്രയോറിറ്റൈസ് ചെയ്യും എന്നുള്ളതാണ്. ഈ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? തീർച്ചയായിട്ടും അവരുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ഇത് റിഫ്ലക്റ്റ് ആവും. അവരുടെ ലൈഫിൽ അവർ എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ, അറ്റ്ലീസ്റ്റ് നിങ്ങളെ ഇൻഫോം ചെയ്യുന്നുണ്ടോ, നിങ്ങളെ കുറിച്ച് അറിയാനുള്ള ക്യൂരിയോസിറ്റി കാണിക്കുന്നുണ്ടോ, നിങ്ങളുടെ ലൈഫിലെ കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് അതിനോടൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടോ, ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ നിങ്ങളെ വളരെയധികം ആത്മാർത്ഥമായി ഒരു സ്നേഹിക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യും എന്നുള്ളതാണ്. ഈ കാര്യം അവരുടെ പ്രവൃത്തിയിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും സാധിക്കും. സോ ഇങ്ങനെ ഒരു പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ സൈൻ, ആ വ്യക്തി നിങ്ങളെ ജെന്യൂൻ ആയാണ് സ്നേഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ. ഇനി രണ്ടാമതായി, നിങ്ങളെ ജെന്യൂനായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള ഒരു വ്യക്തിത്വം, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയുള്ള ഒരു പേഴ്സൺ ആണോ ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കാൻ അവർ ആഗ്രഹിക്കും. അതിനുള്ള ഒരു എഫേർട്ട് അവരുടെ ഭാഗത്തുനിന്ന് കാണും എന്നുള്ളതാണ്. നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് ആയിക്കൊള്ളട്ടെ, പ്രസന്റ് ലൈഫ് ആയിക്കൊള്ളട്ടെ, ഫ്യൂച്ചർ ലൈഫ് ആയിക്കൊള്ളട്ടെ, സോ ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങളോട് പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ജസ്റ്റ് ജനറൽ ആയിട്ട് നിങ്ങളെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ ചോദിച്ചറിയുക എന്നതിലുപരി വളരെ ഡീപ്പായി, വളരെ ഡെപ്തിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു എഫേർട്ട് അവരുടെ ഭാഗത്തുനിന്നും കാണാൻ സാധിക്കും. സോ ഇത്തരത്തിൽ പ്രോപ്പറായി നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അതിനുള്ള ടൈം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതാണ് രണ്ടാമത്തെ സൈൻ, ആ വ്യക്തി നിങ്ങളെ ജെന്യൂൻ ആയാണ് സ്നേഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ. ഇനി മൂന്നാമത്തെ കാര്യമാണ്, ആ വ്യക്തി നിങ്ങളോട് വളരെയധികം ക്ലാരിറ്റിയോടുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളത്. പല കാര്യങ്ങളും ഹൈഡാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളും ഷെയർ ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അനുഭവപ്പെടില്ല. പലപ്പോഴും അവരുടെ തോട്ട്സ്, അവരുടെ ഫീലിങ്സ്, അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിലൊരു വൾണറബിലിറ്റി ഉണ്ടായിരിക്കും, അതിലൊരു സത്യസന്ധത ഉണ്ടായിരിക്കും. അവരുടെ പ്രവൃത്തിയിലും വാക്കുകളിലും ഒക്കെ ഒരു അലൈൻമെന്റ് അല്ലെങ്കിൽ ഒരു സ്ഥിരത നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഡെപ്തില് അല്ലെങ്കിൽ വളരെ ഡീപ്പായി നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, ക്ലാരിറ്റിയോടുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ റിലേഷൻഷിപ്പിന്, നിങ്ങളോടൊപ്പമുള്ള റിലേഷൻഷിപ്പ് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എങ്ങനെയാണ് ആ ഒരു ഫീലിങ്സ് ഉള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളതാണ് നിങ്ങളെ ജെന്യൂനായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു സൈൻ. നിങ്ങളെ ജെന്യൂനായി സ്നേഹിക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ബൗണ്ടറീസിനെ, പേഴ്സണൽ ബൗണ്ടറീസിനെ റെസ്പെക്ട് ചെയ്യാൻ അവർ ശ്രദ്ധിക്കും. അത് ഇമോഷണൽ സൈഡ് ആയിക്കൊള്ളട്ടെ, ഫിസിക്കൽ സൈഡ് ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ നോ എന്നുള്ളത് നോ എന്ന് തന്നെയാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ പേഴ്സണൽ ബൗണ്ടറീസ് റെസ്പെക്ട് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയിൽ നിന്നും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ നീഡ്സ് ആൻഡ് വാണ്ട്സിനെ അവർ മനസ്സിലാക്കുകയും അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഗിൽട്ട്, അങ്ങനെയുള്ള ഇമോഷൻസിലേക്കൊന്നും നിങ്ങളെ തള്ളിയിടില്ല. നിങ്ങൾക്കൊരു മെന്റൽ സപ്പോർട്ട്, ഇമോഷണൽ സപ്പോർട്ട് അവരിൽ നിന്ന് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. നിങ്ങളുടെ സന്തോഷം അവരുടെ സന്തോഷമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ ഹാപ്പി ആക്കുന്നതിനുള്ള ഒരു എഫേർട്ട് അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഇത്തരത്തിൽ നിങ്ങളുടെ പേഴ്സണൽ ബൗണ്ടറീസ് നിങ്ങൾ കീപ്പ് ചെയ്യുന്ന, നിങ്ങളുടെ വാല്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തിഷ്ടമല്ല, എന്തൊക്കെയാണ് ഇഷ്ടമുള്ളത്, എന്തൊക്കെയാണ് കംഫർട്ട് ആയിട്ടുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ കംഫർട്ട് അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനൊക്കെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അതിനൊക്കെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് പോസിറ്റീവായിട്ടുള്ള മറ്റൊരു സൈന്.
ആക്ച്വലി ആ ഒരു പേഴ്സൺ നിങ്ങളെ ജെന്യൂൻ ആയാണ് സ്നേഹിക്കുന്നത് എന്നുള്ളതിന്റെ. നെക്സ്റ്റ്, നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വളരെയധികം പാഷനേറ്റ് ആയി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഡ്രീംസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഹോബീസ് ആയിരിക്കാം, ഇങ്ങനെ നിങ്ങൾ വളരെയധികം എൻഗേജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. സോ അത്തരത്തിലുള്ള ഒരു മെന്റൽ സപ്പോർട്ട്, ഒരു എൻകറേജ്മെന്റ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് അവരുടെ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് മറ്റൊരു പോസിറ്റീവ് ആയിട്ടുള്ള സൈൻ. ആ വ്യക്തി നിങ്ങളെ ആക്ച്വലി വളരെയധികം ജെന്യൂൻ ആയിട്ടാണ് സ്നേഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് വൺ, സത്യസന്ധമായി പ്രണയിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ വാക്കുകളിലും പ്രവൃത്തിയിലും ഒരു സ്ഥിരതയുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഒരു കാര്യം പറയുന്നു, നേരെ ഓപ്പോസിറ്റായി പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഇഷ്ടമാണ്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ നമ്പർ 1 പ്രയോറിറ്റി നിങ്ങൾ തന്നെയാണ് എന്നുള്ളത് വാക്കുകളിലൂടെ കണ്ടിന്യൂസ് ആയി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. പക്ഷെ അവരുടെ പ്രവൃത്തി നേരെ വിപരീതമായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു ഫേക്ക് ആയിട്ടുള്ള ലവ് ആണ് എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. എന്നാൽ അവരുടെ വാക്കുകളിലും പ്രവൃത്തിയിലും കാണുന്നത് ഒരു അലൈൻമെന്റ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ഥിരത കാണുന്നുണ്ട്, പറയുന്ന കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തതയുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം ആ വ്യക്തി കാണിക്കുന്ന സ്നേഹം സത്യസന്ധമാണ് എന്നുള്ളത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ, നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ കൂടെയുള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇമോഷണൽ സേഫ്റ്റി ഫീൽ ചെയ്യും എന്നുള്ളതാണ്. ആ വ്യക്തിയോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഫിയർ അനുഭവപ്പെടില്ല, ഒരു ഭയം ഫീൽ ചെയ്യില്ല. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കുന്നതായിക്കൊള്ളട്ടെ, നിങ്ങളുടെ തോട്ട്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം അനുഭവപ്പെടുന്നു, ഫീലിങ്സ് ആയിക്കൊള്ളട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് അതിലൊരു ഫിയർ അനുഭവപ്പെടില്ല എന്നുള്ളതാണ്. അതായത് അവരോട് ഷെയർ ചെയ്യുന്നതിനുള്ള ഒരു ഭയം ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങളെ ജഡ്ജ് ചെയ്യില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ പറയുന്നത് എന്നുള്ളത് കൃത്യമായി കേൾക്കുകയും അത് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടായിരിക്കും. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു ഇമോഷണൽ സേഫ്റ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് വളരെ പോസിറ്റീവായിട്ടുള്ള മറ്റൊരു സൈൻ. ആക്ച്വലി നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങൾ സത്യസന്ധമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതിന്റെ. കാരണം ആ ഒരു ഇമോഷണൽ സേഫ്റ്റി അവിടെ ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് കുറെ കൂടി വൾണറബിൾ ആകാൻ സാധിക്കുക. അങ്ങനെ ആകുമ്പോഴാണ് പല കാര്യങ്ങളും, നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഫിയേഴ്സ്, ഇൻസെക്യൂരിറ്റീസ്, നമുക്ക് എന്തെങ്കിലും ഒരു വീക്ക് പോയിന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നത്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അത് മനസ്സിലാക്കും, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പറയുന്നതിന് മുൻപ് ജഡ്ജ് ചെയ്യില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു വിശ്വാസം അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ആവുന്ന സമയത്താണ് അവിടെ ഒരു ഡീപ്പ് കോൺവെർസേഷനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാകുന്നത്. അത്തരത്തിൽ വളരെ ഡെപ്തോടു കൂടി സംസാരിക്കുമ്പോഴാണ് ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ആവുന്നത്. സോ ആ ഒരു ഇമോഷണൽ സേഫ്റ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള ഒരു ഇമോഷണൽ സേഫ്റ്റി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് പോസിറ്റീവായിട്ടുള്ള മറ്റൊരു സൈൻ. നിങ്ങളുടെ കൂടെയുള്ളത് ആക്ച്വലി നിങ്ങളെ വളരെയധികം ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതിൻ്റെ. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ള വ്യക്തിയുമായിട്ട്, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയിലൂടെ, അല്ലെങ്കിൽ അവരുടെ വാക്കുകളിലൂടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും മനസ്സിലാക്കാം ആ വ്യക്തി കാണിക്കുന്ന സ്നേഹം ജെന്യൂൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമാണ് എന്നുള്ളത്. സോ നിങ്ങളുടെ ലൈഫിലും നിങ്ങളെ സത്യസന്ധമായി സ്നേഹിക്കുന്ന വ്യക്തികളെ നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനൊരു സൊല്യൂഷൻ വേണം, ഒരു ഗൈഡൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ടിന് വേണ്ടി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.